പലരും ഗെയിം ഷോ ആണെന്ന് കരുതി എന്തും പറയാമെന്നൊരു വിചാരത്തോടു കൂടിയാണ് വീടിനകത്തേക്ക് പ്രവേശിച്ചത്. അതുകൊണ്ട് തന്നെ കൂടെയുള്ളവരെ ശത്രുക്കളായി കാണാൻ മാത്രമേ പലർക്കും സാധിക്കുന്നുള്ളൂ. മത്സര ബുദ്ധിയോടുകൂടി പലപ്പോഴും ദേഷ്യപ്പെടുകയും അനാവശ്യമായുള്ള പദപ്രയോഗങ്ങൾ നടത്തുകയുമാണ് ചെയ്യാറ്. സ്ത്രീകളെ പറ്റി വളരെ മോശമായി സംസാരിച്ചതടക്കം കഴിഞ്ഞ ദിവസങ്ങളായി ഗബ്രിയും ജിൻഡോയും തമ്മിലുണ്ടായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. നിന്നെ ഒന്നുകൂടി ജനിപ്പിക്കാൻ വീട്ടുകാരോട് പറയൂ എന്ന തരത്തിലാണ് ജിൻഡോ ഗബ്രിയെ ദേഷ്യപ്പെട്ടത്. ഇതിനെതിരെ വ്യാപക വിമർശനം ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതിലും മോശമായ രീതിയിൽ സംസാരിക്കുന്ന ആളാണ് ഗബ്രി. അത്തരത്തിൽ ബിഗ് ബോസിലേക്ക് വന്നതിന് ശേഷം ഗബ്രി നടത്തിയ ചില പ്രസ്താവനകൾ ചില ഉദാഹരണ സഹിതം ഞാനൊന്ന് പറയാം. നോറയോട് ഗബ്രി പറഞ്ഞിരുന്നു, കണ്ടവരുടെ മുന്നിൽ പോയി കുനിഞ്ഞു നിൽക്കലല്ലേടി നിൻ്റെ ഗെയിം പ്ലാൻ. അൻസിബയോടാണെങ്കിലോ, സ്വന്തമായി ഒരഭിപ്രായം വേണമടി നാണം കെട്ടവളെ. റോക്കിയോട്, ആണാണെങ്കിൽ ആണുങ്ങളെപ്പോലെ എറിയടാ. ജിൻഡോയോടാണെങ്കിൽ, ആണാണെങ്കിൽ ആണുങ്ങളെപ്പോലെ മുഖത്ത് നോക്കി സംസാരിക്കടാ, ചെറ്റത്തരം കാണിക്കല്ലേടാ ചെറ്റെ. ജാൻമണിയോട്, കഴുകാൻ എൻ്റെ അണ്ടർവെയർ തരാം. ഇങ്ങനെയൊക്കെയാണ് ഗബ്രി നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ. ഏറ്റവും കൂടുതൽ സ്ത്രീവിരുദ്ധത പ്രസ്താവനകൾ നടത്തിയ ഗബ്രി ജിൻഡോയെ സ്ത്രീവിരുദ്ധൻ എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കൂട്ടുകെട്ടിൻ്റെ പേരിലാണ് ഈ സീസണിൽ ഇരുവരും വാർത്തകളിൽ നിറഞ്ഞത്. ഇരുവരും ലവ് ട്രാക്കിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഒരുമിച്ച് ഇരിക്കുന്നത്, പ്രണയ നിമിഷങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. കെട്ടിപ്പിടിച്ചും ഉമ്മ കൊടുത്തും കടിച്ചുമൊക്കെ ഗബ്രിയും ജാസ്മിനും പറന്ന് നടക്കുകയാണ്. പുറത്തുനിന്നും പ്ലാൻ ചെയ്ത് വന്നിട്ടാണ് ഇരുവരും വീടിനകത്ത് ഈ ഡ്രാമ നടത്തുന്നതെന്നാണ് ആരോപണം. മാത്രമല്ല, ഇരുവരുടെയും പ്രവൃത്തികൾക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കിട്ടുന്നുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ തുറന്നു പറയുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. സീസൺ 6 ഇഷ്ട മത്സരാർത്ഥി ആരെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.